ഇന്നലെ രാത്രിയാണ് കേട്ടോ നമ്മൾ കാസർഗോഡ് വീട്ടിൽ വരുന്നത്. കുറേ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട് കിടന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ ഇതേ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴത്തേക്കും നല്ല അടിപൊളി കപ്പയും അതുപോലെ തന്നെ ബീഫ് കറിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ കഴിച്ചു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നിതിമോളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ പിന്നെ കുറേ തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ എല്ലായിടവും തൂത്തുടച്ച് വൃത്തിയാക്കി ഉമ്മായും ഉമ്മച്ചിയും കൂടിയിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ്. അതേ മാങ്ങാ ചമ്മന്തി അരക്കുന്നതാണ് കേട്ടോ. അതും കല്ലേൽ നല്ല രുചിയായിരുന്നു. ചെറിയുള്ളിയും അതുപോലെ തന്നെ കാന്താരിമുളകും പിന്നെ മാങ്ങയും ആവശ്യത്തിന് തേങ്ങ ഉപ്പൊക്കെ ചേർത്ത് അരയ്ക്കുന്നതാണ്. പിന്നെ പാവയ്ക്ക തോരൻ വെച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡിയായി ചെറിയൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, ഉണക്കമീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു. ബീഫ് കറി ഞാൻ എടുത്തില്ല കേട്ടോ, മീനുള്ളതുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിതിമോൾ എഴുന്നേറ്റു കേട്ടോ. അവൾക്ക് ഉറക്കം കറക്റ്റ് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല, തൊട്ടി കെട്ടാത്തതുകൊണ്ട്. പിന്നെ തൊട്ടി കെട്ടി കൊടുത്തു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും അജ്മീറും അഫിയും കൂടിയിട്ട് കുളിച്ചാൽ വരെ വന്നതാണ്. നമുക്ക് അടുത്ത ദിവസം ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നതാണ്. ഇതാണ് കേട്ടോ വാങ്ങിയത്. നല്ല രസമുള്ളൊരു ഗിഫ്റ്റായിരുന്നു. അങ്ങനെ